ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത ഒരു ഫാമിലി ട്രിപ്പിന് വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നോവയിലാണ് പോകുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, അച്ഛനാണ് ഡ്രൈവ് ചെയ്യണേ, തേജുവും ചേട്ടനും ഇരിക്കുന്നുണ്ട്, പിന്നെ ബാക്കിൽ ഞാനും ഷിജു. അപ്പോൾ നമ്മൾ 6 പേര് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ തുടങ്ങി മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഭയങ്കര നേരത്തെ തുടങ്ങിയത് കൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് ഡിവോഷണൽ സോങ്സൊക്കെ വെച്ചിട്ട് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പോയി നമ്മൾ അകമല എത്താറായിട്ടുണ്ട്. അപ്പോൾ അകമലയിൽ എത്തിക്കഴിഞ്ഞാൽ പലരും ഇങ്ങനെ പൈസ എറിഞ്ഞിടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അച്ഛൻ എപ്പോഴും നിർബന്ധമാണ് നമ്മളവിടെ വണ്ടി നിർത്തി ഇറങ്ങി പോയി പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഇനി എത്ര തിരക്കാണെങ്കിലും അത് അച്ഛൻ മുടക്കില്ല. അപ്പോൾ അച്ഛൻ ഇറങ്ങിയിട്ടില്ല, ഞാനും ഇറങ്ങിയിട്ടില്ല, ഷിജു ഇറങ്ങിയിട്ടില്ല. അമ്മയും ചേട്ടനും തേജും ഇറങ്ങി. അവർ പോയി തൊഴുതു, പ്രസാദമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇറങ്ങാനുള്ള മടി കാരണം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ സീറ്റ് ഫോൾഡ് ചെയ്തിട്ടൊക്കെ വേണം ഇറങ്ങാൻ. അപ്പോൾ അവരിറങ്ങിയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ചന്ദനം നമുക്ക് കിട്ടുന്നത് ഭയങ്കര മണമാണ്. നല്ല എന്താ പറയുക, ഭയങ്കര ഇൻറ്റ്യൂസ്ഡ് സ്മെല്ലാണ്. ഒരു ഡിവോഷണൽ ഫീൽ നമുക്ക് ആ കളഭത്തുനിന്നോ അല്ലെങ്കിൽ ചന്ദനത്തുനിന്നോ തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ കുറി ഇടുന്നതെന്ന്. കുറി വേണമെന്ന് വെച്ച് വീട്ടിൽ നിന്ന് ഇട്ടിട്ട് വന്നതല്ല, നമ്മൾ അകമലയിൽ തൊഴുതപ്പോൾ കുറി കിട്ടിയത് കൊണ്ട്, മീൻസ് പ്രസാദം കിട്ടിയത് കൊണ്ട് നമ്മൾ ഇട്ടു എന്നേ ഉള്ളൂ. പിന്നെ അത് തുടയ്ക്കാനൊന്നും ആരും പോയിട്ടില്ല. അപ്പോൾ അകമലയിൽ നിന്ന് നമ്മൾ വിട്ടു. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നെല്ലിയാമ്പതിക്കാണ് പോകുന്നത്. അപ്പോൾ തേജു UK നിന്ന് വരുന്നേക്കാൾ മുന്നേ നമ്മൾ പ്ലാനിങ് തുടങ്ങിയതാണ്. പ്ലാനിങ് തുടങ്ങുമ്പോൾ നമ്മൾ തായ്ലൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പ്ലാനിങ് ആണ്. തായ്ലൻഡിൽ നിന്ന് അത് പിന്നെ ഇന്ത്യയുടെ അകത്തായി. അപ്പോൾ നമ്മൾ ആഗ്ര, ഡൽഹി ആ മോഡൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ലക്ഷദ്വീപിലേക്കെത്തി. പിന്നെ കുറഞ്ഞ് വയനാട്ടിലെത്തി. ഫൈനലി അച്ഛനും അമ്മയ്ക്കൊന്നും അങ്ങനെ എവിടെയും പോകുന്നതോ എവിടെയും സ്റ്റേ ചെയ്യുന്നതോ ഒന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വൺ ഡേ ട്രിപ്പ് മതി, ട്രിപ്പ് പോകണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ എന്നുള്ള ഒരു ഇതിൽ ഫൈനലി നെല്ലിയാമ്പതിയിലെത്തി. ഞാൻ വിചാരിച്ചു ലാസ്റ്റ് എങ്ങും പോവാതെ ലാസ്റ്റ് വല്ല ചാവക്കാട് ബീച്ചോ അങ്ങനെ വരെ എത്തുന്നു. സോ ഫോർച്ചുനേറ്റ്ലി അത്രയും വരെ എത്തിയില്ല, നെല്ലിയാമ്പതിയിൽ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടനും അനിയത്തി നല്ല വൈബിങ് ആണ്. അപ്പോൾ അവർ പാട്ടൊക്കെ വെച്ച് അതിനനുസരിച്ച് സ്റ്റെപ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ തേജുവിന് ഒരു ട്രാവലർ മതിയായിരുന്നു എന്നൊക്കെ ഉള്ളൊരു മോഡിലെത്തിയിട്ടുണ്ട്. കാരണം എണീറ്റ് നിന്നിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇത് വേൽമുരുക പാട്ടിനുള്ള സ്റ്റെപ്സൊക്കെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വോയിസ് ഓവർ അല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിൽ വൈബിങ് ആണ്. അപ്പം എന്നെ ഇടയ്ക്ക് പുച്ഛിക്കുകയാണ്, ഇങ്ങനെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വിഷ്വലിൽ മൊത്തം എൻ്റെ വീഡിയോൻ്റെ നടുക്കിൽ കൂടെ ഒരു ഗ്ലെയർ കാണാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഫോൺ താഴെ വീണിട്ട് നമ്മൾ ഫോണിൻ്റെ ക്യാമറേൻ്റെ മേലൊരു ഇതിടുമല്ലോ, പ്രൊട്ടക്ഷൻ, അതിൽ ചിന്നൽ വീണിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ് കണ്ടത്. അപ്പോൾ അതുവരെയുള്ള വിഷ്വലിലെല്ലാം ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് മിസ്സായ സൺറൈസ് എന്ന് നമുക്ക് വണ്ടിയിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതിനെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത് നമുക്ക് പിടി തരാതെ പിന്നെയും നടക്കുമായിരുന്നു. നെല്ലിയാമ്പതി ട്രിപ്പ് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ച് നല്ല മെമ്മറീസ് തന്നു. അപ്പോൾ സൺറൈസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രാവലിങ്ങും ഇല്ല, എന്നാൽ എൻജോയ് ചെയ്തോ ചോദിച്ചാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. സോ എല്ലാം കൊണ്ടും നമ്മളൊരു വൺ ഡേ ട്രിപ്പാണെങ്കിലും ഒരു ഫാമിലി ആയിട്ട് പോയപ്പോൾ നല്ല സന്തോഷമായിട്ട് തിരിച്ചു വരാൻ പറ്റി. അപ്പോൾ ഇവർ കണ്ടിന്യൂസ്ലി അവിടെ എത്തുന്നവരെ ഈ മോഡ് തന്നെയായിരുന്നു. ഇടയ്ക്ക് മാത്രമാണ് ഞാനും ഷിജും ജോയിൻ ചെയ്തിട്ടുള്ളൂ. ത്രൂ ഔട്ട് ദ ടൈം ഇവർ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചധികം ചെമ്മരിയാടുകളെ കണ്ടു. അപ്പോൾ അതൊരു കൗതുകം തോന്നിയതുകൊണ്ട് അത് ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പം മായന്നൂർ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പം നമ്മൾ മെല്ലെ തൃശ്ശൂർ ജില്ല വിട്ട് പാലക്കാടിലേക്ക് കടക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി വ്യത്യാസം കാണുമല്ലോ. നമ്മളെ കളിയാക്കലും എൻജോയിങ്ങും ഒക്കെ ഒരുമിച്ച് നടക്കുക. ഇതേതാ പാട്ടെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? സോ അവരുടെ എൻജോയ്മെൻ്റ് അവിടെ നടക്കട്ടെ. ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെ വൈബിളുള്ള ആൾക്കാർ വേണം കേട്ടോ. ഞാനൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു വൈബിളുള്ള ആളേ അല്ല. അപ്പം എൻ്റെ കൂടെ ചേട്ടൻ ഒറ്റയ്ക്ക് പോരുമ്പോൾ ചേട്ടൻ പറയും, ഒന്ന് എനങ്ങും ആളൂ എന്നൊക്കെ പറയും. ബട്ട് ഞാനങ്ങനെ എനങ്ങുന്ന ആളല്ല. ഇത് കൊല്ലങ്കോട് റോഡാണ്.
അവിടെ ഇങ്ങനെ ഒരു റിസോർട്ടോ ഹോട്ടലോ എന്തോ സംഭവമാണ്. അപ്പോൾ അത് ഭംഗിയുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ക്ലിപ്പ് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫുള്ള് പാടം, തെങ്ങ്, ആ ഒരു നാടൻ കേരള വൈബ് എത്തി പാലക്കാട് എത്തിയപ്പോൾ. പിന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളിത് റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ കൊല്ലങ്കോടൊന്നും ഒരിക്കലും ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ് കിട്ടുകയില്ല. ബട്ട് ഇത് എൻ്റെ പേരുള്ളൊരു ബിൽഡിങ്. അപ്പോൾ ആ ബിൽഡിങ്ങിലാണ് ശരവണ ഭവനുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കൊല്ലങ്കോട് നിന്ന് നമുക്ക് തിരിയേണ്ട വഴിക്ക് തിരിയാതെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഫോർച്യുനേറ്റ്ലി നമുക്ക് പറ്റിയൊരു കൈൻഡ് ഓഫ് റെസ്റ്റോറൻറ്റ് കിട്ടി. ഭയങ്കര ഹാപ്പി ആയിപ്പോയി. അപ്പോൾ അച്ഛൻ നമ്മുടെ അടുത്ത് പറയണ്ടായിരുന്നു പാലക്കാടേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒന്നും കിട്ടില്ല, ചെറിയ സെറ്റപ്പിൽ നിന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മളതിന് മൈൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സർപ്രൈസിംഗ്ലി നമുക്കിതേ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരവണ ഭവനാണ്, തേജിൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറുമ്പോൾ ചേട്ടൻ ഇങ്ങനെ ഇവിടെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ലൊക്കേഷൻ ഉണ്ട് എന്നൊക്കെ കാണിക്കുമായിരുന്നു. അപ്പോൾ ഇതൊരു 3 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ശരവണ ഭവൻ ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ ഇതിങ്ങനെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലക്ഷൂറിയസ് ഫീലൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റെയർ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ആളിങ്ങനെ ലിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് ലിഫ്റ്റിൽ തന്നെ കയറാം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ലിഫ്റ്റിൻ്റെ അവിടേക്ക് വന്നു. നമ്മൾ ചൂണ്ടലിൽ നിന്ന് കഴിച്ചില്ലേ, ശരവണ ഭവൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സൺറൈസ് വീഡിയോ. ആ ശരവണ ഭവനിലെ ഫുഡിൻ്റെ അത്ര ടേസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയില്ല കേട്ടോ. പക്ഷെ മൊത്തത്തിൽ ആംബിയൻസും ഓക്കെ ആയിരുന്നു. ആംബിയൻസ് അടിപൊളിയായിരുന്നു, ഫുഡ് ഓക്കെ മാത്രമായിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ ലിഫ്റ്റിൽ വന്ന് ഇറങ്ങി ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തി. അപ്പോൾ എൻട്രൻസിൽ ആദ്യം ഒരു വാഷ് ഏരിയ ഉണ്ട്. എല്ലാം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൈ കഴുകി ഇനി അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഓൾറെഡി അവിടെ ഇരുന്നു. അപ്പോൾ ഞാനും ഷിജുവും കൂടിയിട്ട് വാഷ്റൂമിൽ നിന്ന് ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്ത് തിരിച്ചങ്ങോട്ട് പോവുകയാണ്. ഇപ്പോഴൊക്കെ ഈ ഗ്ലെയർ കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ ടേബിളിൽ ഇരിക്കുമ്പോഴാണ് ഞാനത് തിരിച്ച് നോക്കുമ്പോൾ കാണുന്നത്. അയ്യോ, അപ്പോൾ എനിക്ക് ടെൻഷനായി. ബട്ട് ഫോർച്ചുനേറ്റ്ലി എൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മേലെ ഞാൻ പ്രൊട്ടക്ഷൻ ഇട്ട സംഭവം മാത്രമേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. നോർമൽ എല്ലാവരും മസാല ദോശ, നെയ് റോസ്റ്റൊക്കെ ഓർഡർ ചെയ്തു വിത്ത് ഉഴുന്നുവട ആൻഡ് ഫിൽറ്റർ കോഫി. അത് എന്താ പറയുക, അസ്ഥാന ഭക്ഷണം ഫ്രം ശരവണ ഭവൻ എന്ന് പറഞ്ഞ പോലത്തെയാണ്. അപ്പോൾ ആദ്യം മസാല ദോശയാണ് വന്നത്. അപ്പം അമ്മ മസാല ദോശ ടേസ്റ്റ് ചെയ്തിട്ട് പറയാണ്, എൻ്റെ ദോശ എത്ര നല്ലതാ, ഇതിനേക്കാൾ എത്ര അടിപൊളിയാണ് എന്നൊക്കെ. അപ്പോൾ അത് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ. നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഇവിടെ കുറച്ചും കൂടെ അടിപൊളി ഫുഡ് അമ്മ ഉണ്ടാക്കി തരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഓപ്ഷനേ ഇല്ല, അത് സമ്മതിച്ച് കൊടുക്കാനാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്കും തേജുവിനും ഗീ റോസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ ഗീ റോസ്റ്റ് ഇവിടെ തൊപ്പി ദോശയായിട്ട് വന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് വാഷ്റൂമിലൊക്കെ കയറി അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് ഇവിടെ നിന്ന്. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, ലൈക്ക് അഫോർഡബിൾ ഫുഡ് തന്നെയായിരുന്നു, അഫോർഡബിൾ റേഞ്ചിൽ തന്നെയായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ സ്റ്റെയർ ഇറങ്ങി. ഞാനും ചേട്ടനും അമ്മയും ഷിജുവും മാത്രമാണ് ലിഫ്റ്റിൽ ഇറങ്ങിയത്. മടിയന്മാരുടെ സംസ്ഥാന സമ്മേളനം. അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ വീണ്ടും കാറിൽ കയറി. അപ്പോൾ എൻ്റെ പേരിലുള്ള ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് ഞാൻ ഭയങ്കര പൊലിവിലായിരുന്നു. ബിക്കോസ് എപ്പോഴും തേജസ് മാത്രമാണ്. ഈവൻ ഞാൻ പഠിച്ചതേ തേജസ് എന്ന പേരിലുള്ള കോളേജിലാണ്. സോ ഇതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതല്ലേ, അതും ഫുള്ളി ജ്യോതിസ് എന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക, ഡെസ്റ്റിനേഷനിലേക്ക്. ദൈവം സഹായിച്ച് ഒരു നെയിം ബോർഡ് പോലും എനിക്ക് മര്യാദയ്ക്ക് കിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കണ്ട എന്ന് വെച്ചിട്ട് ഫോൺ എടുത്ത് വയ്ക്കുമ്പോഴേക്കും നെയിം ബോർഡ് കാണുക. ബട്ട് ഞാൻ ആ ഫോണൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നെയിം ബോർഡിൻ്റെ പാട്ടിന് പോയി കാണും. അപ്പോൾ ഇത് പോത്തുണ്ടി ഡാമിൽ അതിൻ്റെ റിസർവോയറും സെറ്റപ്പൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ റോപ്പ് വേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, റോപ്പ് സൈക്ലിംഗ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇത് ഓപ്പണിംഗ് 9:30 എങ്ങാണ്ടാണ്. നമ്മൾ 8:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തിയതുകൊണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇത് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മളവിടെ നിർത്തിയില്ല. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചു. തിരിച്ചു വരുമ്പോൾ ചെയ്യാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇനി ഫുള്ള് ഈ എന്താ പറയുക, ഫോറസ്റ്റ് വൈബാണ്. ഇപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തി. ഇപ്പോൾ ഇവിടെ പൈസയൊന്നും വാങ്ങില്ല,
ജസ്റ്റ് നമ്മൾ പോയിട്ട് നമ്മുടെ വെഹിക്കിൾ നമ്പറും എത്ര ആൾക്കാരുണ്ടെന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. എന്നാലേ ചെക്ക് പോസ്റ്റ് അവർ തുറന്നു തരുള്ളൂ. ഇത്ര ടൈം തൊട്ടിട്ട് ഇത്ര ടൈം വരെയാണെന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് പോയിരിക്കണം. അപ്പോൾ ദേ ഈ ഒരു നെയിം ബോർഡ് മര്യാദയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ വെൽക്കം ടു നെല്ലിയമ്പതി. അപ്പോൾ ഇതാണ് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ്. ഇവിടെ ഒരു കാട്ടുപോത്തിനെയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലതാ, നല്ല റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഈ പേപ്പർ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. തിരിച്ച് വരുമ്പോൾ അത് കൊടുത്തേ പറ്റുള്ളൂ. അത് കാണാണ്ട് പോയാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ചെക്ക് പോസ്റ്റ് തുറന്നു വന്നു. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ചുരം കയറുന്ന പോലെ, എന്നാൽ ഭയങ്കര ഇങ്ങനെ പിക്കിലുള്ള കേർവ്സ് ഒന്നും അല്ല, നോർമൽ കേർവ്സാണ്. ഓക്കെയാണ്. അമ്മയ്ക്ക് നല്ല പേടിയാവുന്നുണ്ടായിരുന്നു. ബട്ട് നമ്മളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവിടെ ആനേനെ കാണും, അതിനെ കാണും, ഇതിനെ കാണും എന്നൊക്കെ പറയാം. അപ്പം അച്ഛൻ പറയണേ ആനേനൊന്നും കാണില്ല, അതൊക്കെ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. അപ്പോൾ ഇവിടെ അങ്ങനെ ആരും വണ്ടിയൊന്നും നിർത്തുന്നത് കണ്ടില്ല. ബട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്. ഫോണിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഫോഗ് കാരണം. പക്ഷെ നേരിട്ട് കാണാൻ സൂപ്പറായിരുന്നു. ചെറിയ വെയിലും ആ മഞ്ഞും എല്ലാം കൂടെ ഒരു മിക്സഡ് സുഖം, അങ്ങനെ തന്നെ പറയണം. ഇവിടെ നിർത്തി നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് എല്ലാം കൂടി ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ലോങ് വീഡിയോ ആയി പോവും. സോ ആ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ നെല്ലിയമ്പതി ട്രിപ്പിലെടുത്ത ഫോട്ടോസ് കുറച്ചൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ഫോട്ടോസ് എടുക്കുക, ഈ സീനറി എൻജോയ് ചെയ്യുക, ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി വീണ്ടും ട്രാവലിംഗ് തുടങ്ങി. ഇപ്പോഴും നല്ല വൈബുള്ള പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. ചേട്ടനും അനിയത്തിയും പാട്ടുകൾ സെലക്ട് ചെയ്യാൻ അടിപൊളിയായതുകൊണ്ട് നമുക്ക് പിന്നെ അതിന് വേറൊരാളെ അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അവർ അവരുടേതായ വൈബിൽ പൊയ്ക്കൊണ്ടിരിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് തേജുവിന് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു മാസം തേജു വന്നതിൽ തേജു അടിച്ച് പൊളിച്ച ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവും അങ്ങനെ എൻ്റെ വീട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ബട്ട് ഇത്തവണ ഹി മെയ്ഡ് സച്ച് എ ബിഗ് എഫേർട്ട്. ആളുടെ സന്തോഷത്തിന് തന്നെയാണ് ചെയ്തത്. അതല്ലായിരുന്നു ഞാൻ ഏറ്റവും പ്രൗഡായത്. കാരണം നമ്മളൊരാളെ നിർബന്ധിച്ച് നിർത്തുന്നതെന്നും അയാൾ സ്വന്തമായിട്ട് വന്ന് ആ ടൈം സ്പെൻഡ് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സോ ലക്കി ഇനഫ് ടു ഹാവ് സംബഡി ലൈക്ക് ദാറ്റ്. എന്നുവെച്ചാൽ നമ്മളൊന്നും നിർബന്ധിക്കാതെ ഓക്കെ അനിയത്തിയുടെ അടുത്ത് നിൽക്കണം അല്ലെങ്കിൽ ആ ഒരു ഫാമിലി വൈബ് കിട്ടണം. അപ്പോൾ ആൾക്ക് ആ സന്തോഷം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ആളങ്ങനെ നിന്നത്. അങ്ങനെ നമ്മളിങ്ങനെ മേലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഈ മലകളൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് കാണാം. ഇതൊക്കെ ഒരു വാൾപേപ്പർ പോലെ മനോഹരമാണ്. അപ്പോൾ നല്ല രസമാണ് കാണാൻ. ഇതിലിങ്ങനെ പ്രത്യേകിച്ച് എന്ത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്നൊന്നും എനിക്കറിയില്ല. വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ വ്യൂസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല, വ്യൂ പോയിൻറ്റുകൾ തന്നെയുള്ളൂ. അപ്പോൾ ഒരു നേച്ചറിനായിട്ട് അടുത്ത് നിർത്തുന്ന കുറേ വ്യൂസ് നമുക്ക് കാണാം, നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ്. ഇത്രയും കാര്യങ്ങളാണ് നെല്ലിയാമ്പതി ട്രിപ്പിൽ ഞാൻ അനുഭവിച്ചത് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞത്. അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സ്ഥലത്തുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ആക്ടിവിറ്റീസും കൂടെ ഉണ്ടായേനെ. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ട്രാവലിങ്ങും വ്യൂ പോയിൻറ്റ്സ് കാണലും മാത്രം തന്നെയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്തി ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഇതൊക്കെ ഒന്ന് നേരിട്ട് കുറച്ച് നേരം നിന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ അച്ഛൻ വണ്ടി നിർത്തി. സോ നമ്മളിവിടെ ഇറങ്ങി. ഇങ്ങനെയുള്ള വ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കിപ്പോൾ ഫോണിൽ എത്ര ഭംഗിയിൽ കാണുന്നു അതിൻ്റെ ഒരു 100 ടൈംസ് ഭംഗിയാണ് നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഭയങ്കര ക്രൗഡഡ് ഒന്നും ആയിരുന്നില്ല, വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട്. സോ സേഫും ആയിരുന്നു. ബട്ട് ഇവിടെ എത്തിയപ്പോൾ അമ്മയുടെ സ്വഭാവം മാറി. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. എന്നുവെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ടെൻഷനാണ് ആൾക്ക്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തിനാ ജിത്തുമോനെ അങ്ങോട്ട് അങ്ങോട്ട് പോവല്ലേ. പിന്നെ എനിക്ക് ഫോൺ താഴെ വീഴുമോ, അത്രയും കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ടെൻഷനും ഉണ്ടായിരുന്നു. അമ്മ ഇറങ്ങുന്നുമില്ലായിരുന്നു, അമ്മ അങ്ങോട്ട് അടുത്തേക്ക് വരുന്നുമില്ലായിരുന്നു. നമ്മൾ നിർബന്ധിച്ച് കാറിൽ നിന്ന് ഇറക്കിയായി. ബട്ട് ഈ
സ്ഥലത്തേക്കൊന്നും അമ്മ വരില്ല. ഇവിടെ ഇങ്ങനെ വോള് കെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അമ്മയുടെ ടെൻഷൻ അതിന് അമ്മേനെ അനുവദിക്കുകയില്ല. ഇതൊക്കെ കുറേ മലകളാണ് കേട്ടോ. നമുക്കിങ്ങനെ നൈസായിട്ടല്ലേ കാണാൻ പറ്റുന്നുള്ളൂ, ഭയങ്കര ഫെയ്ഡഡ് ആയിട്ടല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. ബട്ട് ഇതെല്ലാം വലിയ മലകളാണ്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ആൾ വന്നിട്ടുണ്ട്. ഇയാൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇനി ഫോണെങ്ങാനും തട്ടിപ്പറിക്കുകയോ, ഇവരെന്താ ചെയ്യാന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ബട്ട് ആൾ പാവമായിരുന്നു. അവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തേജു ആളുടെ ഫാമിലി ഫോട്ടോസ് എടുക്കുകയാണ്. അവിടെ 2-3 പേരുണ്ടായിരുന്നു. ഇതിലൊരാളെ കാണാനുള്ളൂ. അപ്പോൾ അയാളുടെ ഫോട്ടോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നമ്മുടെ ഫാമിലി ഫോട്ടോസ് എടുത്തതിന് ശേഷം കുറേ കൂടി ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ഥലമെത്തുമ്പോൾ പിന്നെ നമ്മൾ താഴോട്ട് പോകുന്നൊരു ഡയറക്ഷനുമുണ്ട്, മേലോട്ട് പോകുന്നൊരു ഡയറക്ഷനുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ താഴോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങുക. അപ്പോൾ ഇത്രയും നേരം നമ്മൾ മേലേക്ക് കയറിയതുകൊണ്ട് ഇനി നമ്മൾ കുറച്ച് നേരം താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മളെ ചെവിയൊക്കെ വന്നിങ്ങനെ അടയും കേട്ടോ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ. ഇതൊക്കെ കോഫി പ്ലാന്റേഷൻസ് ആണ്. ഇതിലൊക്കെ കോഫി ബീൻസ് നമുക്ക് കാണാമായിരുന്നു. ഇങ്ങനെ ഒരു ബ്രൗൺ കോഫി തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു ഫാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയായിരുന്നു. ലൈക്ക് ചെടികളും പൂക്കളും ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ലൊരു പ്ലേസാണ്. ഇവിടെ ഒരു ചെറിയ എൻട്രി ഫീ ഉണ്ടായിരുന്നു. ഇപ്പോൾ തേജു അത് കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരികയാണ്. അച്ഛൻ കാർ പാർക്ക് ചെയ്ത് വരും. അപ്പോൾ അവിടെ അമ്മയും മോനും നിൽക്കുന്നുണ്ട്, ഷിജുവും വരുന്നുണ്ട്. അപ്പോൾ അവരകത്തേക്ക് കയറട്ടെ. ഇവിടെ എന്തോ ഫാം ഫെസ്റ്റ് നടക്കാൻ പോകുന്നതുകൊണ്ട് ചടപടാ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ് അവിടെ എന്തോ ഒരു 5 days ഫെസ്റ്റിവലോ ഫാം ഫെസ്റ്റോ അങ്ങനെ എന്തോ നടക്കുന്നുണ്ടെന്ന് ഈ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അച്ഛൻ കാർ പാർക്ക് ചെയ്ത് വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടെ അകത്തേക്ക് കയറാം. അപ്പോൾ ആ ചേട്ടൻ ഷിജുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഫെസ്റ്റാണ്, അപ്പോൾ വരാൻ പറ്റുവെച്ചാൽ വരൂ എന്നൊക്കെ. അപ്പോൾ അവളെല്ലാത്തിനും മൂളി കേട്ടോണ്ടിരിക്കുക. അപ്പം അങ്ങനെ നമ്മളിത് അകത്തേക്ക് കയറി. കുറച്ച് നേരം ഷിജു ക്യാമറ എടുത്ത് പിടിച്ചു. ബട്ട് അവൾക്ക് പെട്ടെന്ന് ബോറടിച്ചുകൊണ്ട് വീണ്ടും ഞാൻ തന്നെ തിരിച്ച് ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ചെടികൾ, ഫ്രൂട്ട്സിൻ്റെ ചെടികൾ, ഫ്ലവേഴ്സിൻ്റെ ചെടികൾ, അങ്ങനത്തെ ഒരു ഫാമാണ് കേട്ടോ. പിന്നെ അത് ഇവിടെ ഒരു കിണർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ക്രേസി ഡീൽസ് ആയിരുന്നു. ലൈക്ക് ടയർ കൊണ്ടാണ് അവരത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, ക്യൂട്ട്. പിന്നെ നമ്മളിങ്ങനെ നടക്കണം, കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. അമ്മയ്ക്കൊന്നും അങ്ങനെ നടക്കാൻ ഇപ്പോൾ അധികം വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനത്തെ യാത്രകളൊന്നും താല്പര്യമില്ല. ബട്ട് ചെടികളും പൂക്കളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലേസ് അവോയ്ഡ് ചെയ്യാതിരുന്നത്. പിന്നെ പല വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് കാണാമായിരുന്നു. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയാൻ പാടാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇന്ന ഫ്ലവേഴ്സ് ആണെന്ന് പറഞ്ഞ് വിവരിക്കില്ല. ഒരു ബേസിക് വ്യൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലയൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഫ്ലോപ്പായിരുന്നു, ചകിരി കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സ്ട്രക്ചറൊക്കെ ഓക്കെ, ബട്ട് ഫേസ് വാസ് നോട്ട് ഗുഡ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബോഗൻവില്ല ഇങ്ങനെ എൻട്രി പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചേട്ടൻ അമ്മയുടെ അടുത്ത് പറയായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നിടത്തും ഇങ്ങനെ ചെയ്ത് നോക്കൂ, നല്ല രസമായിരിക്കും. അപ്പോൾ തേജും അതിനെ സപ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാം. അപ്പം അമ്മ ഇങ്ങനെ അച്ഛനെ കുറ്റം പറയുക, ലൈക്ക് അച്ഛൻ ഇതിലേക്ക് ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഇതൊരു അടിപൊളി സെറ്റപ്പാണ്. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്യണം. കാരണം നമുക്ക് ഭയങ്കര തണലും നല്ല ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്തിട്ടൊക്കെ ഇരിക്കാം. പുല്ലും വരില്ല. ഇതൊരു പ്രത്യേകതരം ഷീറ്റാണ്. അപ്പോൾ അത് എല്ലാ മരത്തിനോട് ചുറ്റും ആ മരം നിൽക്കുന്ന പ്ലേസ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചു വരാനും ഈസിയാണ്, പുല്ലും മുളയ്ക്കില്ല. നമുക്ക് നല്ല കൂളായിട്ട് നടക്കാം. ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. പിന്നെ വെയിലിൽ നിന്നും നല്ല ശമനം കിട്ടും. ഇവിടെ ഒരു ഫിഷ് പോണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫാം ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇതൊക്കെ. പിന്നെ കുറേ സ്പ്രിങ്ക്ലേഴ്സ് ഇട്ടിട്ടുണ്ട്.
പിന്നെ ദേ ഇവിടെയും വീണ്ടും ടയർ കൊണ്ട് ഒരു ക്യൂട്ട് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പല പല കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. ദേ ഇവിടെ ഒരു 3 ടയർ വെച്ചിട്ട് ഒരു കപ്പ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് അവർ ചെടികൾ നട്ടേക്കുക. പിന്നെ ഇതേ ഒരു ക്യൂട്ട് ഗ്രീൻ ബോക്സ്. ഇത് നമുക്കിങ്ങനെ വ്യൂ പോയിൻ്റ് പോലെ നിൽക്കുന്ന സ്ഥലമാണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ചെറിയ ചെറിയ ഊഞ്ഞാലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടക്കുന്ന വഴിയിൽ ഫുൾ അവർ ആ ഷീറ്റ് വിരിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ചെളിയൊന്നും ആവില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ സ്പ്രിങ്ക്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാൾ നടന്ന് നനയ്ക്കണ്ടല്ലോ. സ്പ്രിങ്ക്ലർ ഇട്ടാൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് വല്ലാണ്ട് മുളയ്ക്കും. നമ്മുടെ സ്വന്തം അനുഭവം കൊണ്ടാണ്. പിന്നെ ഡ്രിപ്പ് സിസ്റ്റം ഇട്ടിട്ടുണ്ട്. ഡ്രിപ്പ് സിസ്റ്റം ഭയങ്കര നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ പൈപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നമ്മുടെ വീട്ടിലിട്ടിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നൊരു സിസ്റ്റം ആയിരുന്നു ഡ്രിപ്പ് സിസ്റ്റം. വെള്ളം തീരെ വേസ്റ്റ് ആവില്ല. സ്പ്രിങ്ക്ലേഴ്സിൽ വെള്ളത്തിൻ്റെ വേസ്റ്റേജ് കൂടുതലാണ്. പിന്നെ പുല്ലും വല്ലാണ്ട് മുളയ്ക്കും. ബിക്കോസ് എല്ലാ ഏരിയയിലും വെള്ളം വരുമല്ലോ. പിന്നെ ഇതൊരു പ്രത്യേക റെഡ് ലീഫി പ്ലാന്റാണ്. നല്ല രസമുണ്ട്. നല്ല അട്രാക്റ്റീവ് കളറാണ്. പിന്നെ അത് ഈ സൺഫ്ലവേഴ്സ് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേജുവിന് പറയായിരുന്നു നമുക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. കാരണം സൺഫ്ലവർ നമുക്ക് അങ്ങനെ എല്ലായിടത്തും കിട്ടുന്ന ഒരു സംഭവമല്ലല്ലോ. അപ്പോൾ അച്ഛനെയും അമ്മേനെയും അവളെ കൊണ്ട് പിടിച്ച് നിർത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. സോ അവരുടെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഷിജുവും എനിക്കും വേണം ഇതേ ലൊക്കേഷനിൽ ഫോട്ടോ. ഇപ്പോഴത്തേക്കൊക്കെ നല്ല നട്ടപ്പുറ വെയിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിജുവിൻ്റെ ഫോട്ടോഗ്രാഫി സെഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അച്ഛനും അമ്മയും അങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നില്ല. അവർ മെല്ലെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിലായി തുടങ്ങി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഒരു കുഞ്ഞ് അമ്പൽക്കുളം, ഭയങ്കര കുഞ്ഞാണ്. അപ്പം അതിൻ്റെ സൈഡിലായിട്ട് അവരൊരു ഏറുമാടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര നല്ല അടിപൊളി സംഭവമായിരുന്നു. ബട്ട് എനിക്ക് ഹൈറ്റ് പേടിയായതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറാനുള്ള സാഹസികതയൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ തേജുവിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അവൾ ആദ്യം തന്നെ പോയി ചാടി കയറിയിട്ടുണ്ട്. പിന്നെ അതിന് പുറകെ അടുത്ത ആൾക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കയറിയപ്പോൾ പിന്നെ അടുത്ത ആളുടെ ഈഗോ എന്തായാലും ഹേർട്ടായി. അപ്പോൾ ഷിജുവും ഓടിപ്പോയിട്ടുണ്ട് കയറാൻ. അപ്പോൾ ഷിജു പകുതി എത്തിയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കയറുന്ന അത്ര എളുപ്പമാവില്ല കേട്ടോ ഇറങ്ങാൻ, എനിക്ക് പേടിയാവും. അപ്പോൾ ഇവർ രണ്ടുപേരും പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവളും മേലേക്ക് കയറുകയാണ്. ചെറിയ ഭയമുണ്ട്. അത് കാരണമാണ് അവർ കയറിയൊരു സ്പീഡ് അവൾ കയറുന്നതിൽ കാണാത്തത്. എന്നാലും കയറിയേ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ഇന്നോവേറ്റീവ് ചിന്താഗതി ആയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഇങ്ങനെ ഒരു ഏറുമാടം, ഒരു എന്താ പറയുക, നമുക്കൊരു ഡിഫറെൻറ്റ് ഫീൽ കിട്ടുമല്ലോ. പിന്നെ അവർ കുറച്ച് സേഫായിട്ട് തന്നെയാണ് അത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. മരത്തിൻ്റെ ഇതൊന്നും അല്ല വെച്ചിട്ടില്ല, ഇരുമ്പിൻ്റെ തന്നെയാണ്. അപ്പോൾ മരം പൊട്ടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞത് സ്റ്റെയർ കേസിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയ അമ്പൽക്കുളം തന്നെ ഉണ്ട്. അപ്പോൾ അവരവിടെ കയറി അതിൻ്റെ ഫോട്ടോഗ്രാഫിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും അച്ഛനും കൂടി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്നു. അപ്പോൾ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ പിന്നെ കാണുന്നത് ഒരു വലിയ അമ്പൽക്കുളമാണ്. ഇതിൽ കുറേ അമ്പലമുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക ഒരു സൈഡിൽ കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചെറിയാണ്. പിന്നെ ഓരോരോ ഫ്രൂട്ട്സ് അവരിങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പം ഈ അമ്പൽക്കുളത്തിൻ്റെ ചുറ്റും വേണം നമ്മൾ നടക്കാൻ. ഇത് നടന്ന് ക്രോസ് ചെയ്താലേ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് പല വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സിൻ്റെ ബുഷ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അച്ഛനും തേജും കുറേ ദൂരേക്ക് എത്തി. നമ്മളിങ്ങനെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുക. നല്ല വെയിലായതുകൊണ്ട് അവർ നല്ല സ്പീഡിൽ നടന്നു. പിന്നെ ഈ ഫാം ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചിൽഡ്രൻസ് പാർക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞു കുഞ്ഞു റൈഡ്സൊക്കെ, കുറേ ഒന്നുമില്ല, കുറച്ച് ഭയങ്കര കുഞ്ഞു പിള്ളേർക്കുള്ള റൈഡ്സാണ്. അപ്പോൾ അവരതൊക്കെ സെറ്റ് ചെയ്യണ ഒരു ഭാഗമാണത്. ഇതവിടെ മുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് അവർ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവർ ഏതോ ഒരു ചെടിയുടെ ഡിസ്ക്രിപ്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇവർ തമ്മിൽ. ഇതവിടെ വെച്ചാൽ ഭംഗിയുണ്ടാവും, ഇതിങ്ങനെ ചെയ്താൽ ഭംഗിയുണ്ടാവും, ആ ടൈപ്പ് ഓഫ് ഡിസ്കഷൻ. അപ്പോൾ മെല്ലെ നമുക്കിനി അമ്പൽക്കുളത്തിനോട് ബൈ ബൈ പറയാം.
ഇതിൻ്റെ സൈഡിലും ഇങ്ങനെ ബുഷസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബുഷ് സെറ്റിംഗ് ഭയങ്കര കഴിവാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ഷേപ്പിൽ അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കും. അത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ അവർ പെയിൻറ് ചെയ്ത് അടിപൊളിയാക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞത് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് കയറുക. ഇത് ഒരു കൈൻഡ് ഓഫ് ബോഗൻവില്ല പോലത്തെ ചെടിയാണ്, ബട്ട് ഒരു റെഡിഷ് ഫ്ലവറാണ് ഇതിൻ്റെ മേലെ നിൽക്കുന്നത്. ഇത് നല്ല രസമുള്ള ഒരു റെഡാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ചെടികൾ വിൽക്കുന്ന സ്ഥലമുണ്ട്. ബട്ട് എഗെയിൻ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഗൂഗിൾ പേ ഇല്ല, ക്യാഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അധികം ക്യാഷ് കയ്യിൽ പിടിക്കാത്തതുകൊണ്ട് നമ്മൾ ചെടികളൊന്നും ഇവിടെ നിന്ന് വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പോൾ ആ വെയിലത്ത് നമ്മുടെ വണ്ടിയിൽ ഇരിക്കണ്ടേ. അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പിൽ ബുഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും വാങ്ങിക്കാതെ നമ്മൾ പോന്നു. പിന്നെ ഓരോരോ ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നതാ, എന്താ പറയുക, പോട്ട്സിലിരിക്കുന്നതൊക്കെ. പിന്നെ ഇതവരുടെ ഫാമിൻ്റെ പേര് സെറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഫാമിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത പ്ലേസിലേക്ക് പോവാണ്. ഇതൊരു എസ്റ്റേറ്റാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നാർ വൈബ് കിട്ടും. കുറേ തേയിലത്തോട്ടമൊക്കെ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ പറയായിരുന്നു, ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ആരും അറിയില്ല നെല്ലിയാമ്പതി ആണോ മൂന്നാറാണോ എന്നൊക്കെ. അറിയുന്നവർക്ക് അറിയണ്ടാവും കേട്ടോ. അപ്പോൾ ഇതും നല്ല വൈബുള്ള സ്ഥലം തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഫോട്ടോസ് എടുക്കാൻ നല്ല വൈബുള്ള സ്ഥലം. അപ്പോൾ ഇവിടെയും ഇതേപോലെ നമ്മൾ കുറച്ച് നേരം വണ്ടി നിർത്തി ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്തു. പിന്നെ ഈ കാണുന്ന ആൽമരത്തിൽ ഒരു ആണി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മൾ ഈ കഥയിലൊക്കെ സീരിയലിലൊക്കെ കേൾക്കില്ലേ, ഈ യക്ഷീനൊക്കെ ആണി അടിച്ച് വയ്ക്കുക. അപ്പോൾ ചേട്ടൻ അതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പേടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ തേജുവിനാണെങ്കിൽ അത് ഊരിയാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ എന്തിനാ വെറുതെ റിസ്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ടീ പ്ലാന്റേഷനിലേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് AVTയുടെ കമ്പനിയാണ്. അപ്പോൾ AVT നമ്മൾ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ചായപ്പൊടിയാണ്. എൻ്റെ വീട്ടിൽ അതാണ് യൂസ് ചെയ്യാറ്, കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് കണ്ടപ്പോൾ ഒരു സന്തോഷം. നമ്മളകത്തൊന്നും കയറിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതിലേ നമ്മളൊന്ന് പോയി, അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ കേശവം പാറ വ്യൂ പോയിൻറ്റ്, അതാണ് ഇതിൻ്റെ സൈഡിലുള്ള വ്യൂ പോയിൻറ്റ്. അപ്പം അതിൻ്റെ മേലേക്ക് നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഈ 10-15 മിനിറ്റ് നടക്കാൻ എനിക്കും അമ്മയ്ക്കും അച്ഛനും എന്തായാലും വയ്യ എന്നുറപ്പിച്ചതുകൊണ്ട് ഇത് കാണാൻ ആഗ്രഹവും നടക്കാൻ മടിയുമില്ലാത്ത 3 പേര് മാത്രമാണ് ഇതിൻ്റെ മേലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അവർ മേലെ പോയിട്ട് അതൊക്കെ കണ്ട്, നമ്മൾ താഴെ നിന്ന് കണ്ട ഡാമില്ലേ അത് മേലെ നിന്ന് ഈ മലകളുടെ ഇടയിൽ നിന്ന് കാണാം. അപ്പോൾ അത് നല്ല രസമുള്ള വ്യൂ ആണ്. ബട്ട് ഈ നട്ടപ്പുറ വെയിലത്ത് അവിടം വരെ പോയി അത് കാണാനുള്ള മനസ്സ് ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 3 പേരും കാറിൽ AVTയുടെ ഫ്രണ്ടിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, ഫോൺ ചാർജ് ചെയ്യാനിട്ടു. ഇവർ മേലെ പോയി അടിച്ചു പൊളിച്ച് വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മതിയായി. പിന്നെയും 2-3 സ്ഥലത്ത് നമ്മൾ പോയി. അപ്പം അവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നത് കൊണ്ട് അത് നമുക്ക് കാണാൻ പറ്റിയില്ല. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളിനി തിരിച്ച് മെല്ലെ ഇറങ്ങാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിൽ നിന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുക. താഴേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ മേലേക്ക് പോകുമ്പോൾ കണ്ട അതേ വ്യൂ ഒക്കെ തന്നെ നമുക്ക് കാണാം. അത് നല്ല വ്യൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈ ഭയങ്കര ക്ലിയർ ആയിരിക്കും. പിന്നെ മലകൾ, മരങ്ങൾ. അപ്പോൾ അതേ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെയും കൂടെ കിട്ടി. അപ്പോൾ ഇയാൾ അങ്ങോട്ട് പോകുമ്പോൾ തേജു മാത്രമേ കണ്ടുള്ളൂ. തിരിച്ച് വരുമ്പോൾ ആൾ പോസൊക്കെ ചെയ്ത് ഇരുന്ന് തന്നു. അപ്പോൾ കാരണം ഇതൊക്കെ റെയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ. അപ്പോൾ നെല്ലിയാമ്പതിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ പോലെ തന്നെ നന്ദി എന്ന് പറഞ്ഞ ബോർഡും കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മെല്ലെ തിരിച്ച് വന്നു. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ബാക്കി ഇടാം കേട്ടോ. കാരണം നമ്മളിവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്കും കൂടി പോയിട്ടാണ് യാത്ര കംപ്ലീറ്റ് ചെയ്തത്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് വീഡിയോ. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ച സ്ഥലം ഇത് നല്ല വെയിലായതുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചു. ഇതൊരു നഷ്ടമായി പോയി. കാരണം നമ്മൾ ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ ആദ്യമേ ഇവിടെ നിന്ന് ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് പോകായിരുന്നു. തിരിച്ച് വരുമ്പോൾ നല്ല ഉച്ചയാണ്, 1 o'clock 12:30 അങ്ങനെ എന്തോ ആയിരുന്നു.
അപ്പോൾ അത് കാരണം നമ്മൾ അതൊരു മോശം ഡിസിഷൻ ആയിരിക്കും എന്ന് വെച്ചിട്ട് അത് ഉപേക്ഷിച്ച് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.